വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഞങ്ങൾ ഇന്ന് കാലിക്കടപ്പുറം, അത് കൗവായി ബീച്ച് കാണാൻ വന്നതാണ് കേട്ടോ. കൗവായി ബീച്ചും കൗവായി തുരുത്തും കൗവായി കണ്ടൽക്കാടും ഒന്നും പറയണ്ട, എല്ലാം കൂടി നല്ല പൊളിയാണ് സംഭവം. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വന്നതാണ് ഇത്. ഇപ്പം എല്ലാ വിസിറ്റേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഗൂഗിളിൽ മാത്രമുള്ള സ്ഥലമാണോ? നല്ല കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കുന്നതാണ് ഇന്ന് നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന്. അങ്ങനെ തീരുമാനിച്ച് രാവിലെ നോക്കി നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് കുറച്ച് അപ്പുറത്ത് കൊണ്ടിറക്കും. അവിടുന്ന് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് നടന്നാൽ അവിടെ കടലാണ്. ഒരു വശത്ത് കടലും ഒരു വശത്ത് കായലും. ഇപ്പം സർക്കാർ വക ബോട്ടാണ്. 6 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് അപ്പുറത്ത് കൊണ്ട് ഇറക്കും. അവിടെ നമുക്ക് ഈ കടലിൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. സ്പീഡ് ബോട്ടുണ്ട്, അത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇവിടുന്ന് സ്പീഡ് ബോട്ടിൽ കയറി നമ്മളെ ഒരു തുരുത്തി കൊണ്ടിറക്കും. അതാണ് ലോകം, ഒരു മായാലോകം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംഭവമാണ് അത്. ഇപ്പം പോകുന്നത് ഞങ്ങൾ കടൽ കാണാനാണ്. അങ്ങനെയാണ് ഇതിൻ്റെ അവിടുത്തെ ഒരു പാക്കേജ്. അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറി ടിക്കറ്റ് ഞാൻ അല്ലേ 6 രൂപ ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിശയാണ്. അങ്ങനെ ഞങ്ങൾ എടുത്ത് ഞങ്ങൾ ആസ്വദിച്ച് അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറി കരയ്ക്ക് എത്തിയിട്ടുണ്ട്. ആ കാണുന്ന ബോട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്, സർക്കാർ വക ബോട്ടാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ അതിൽ തിരിച്ചു പോകാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ നമ്മളോട് പറയും അരമണിക്കൂറാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന സമയം. ഈ അരമണിക്കൂർ കൊണ്ട് കണ്ടോ നേരെ അങ്ങോട്ട് 2 മിനിറ്റ് നടന്നാൽ കടലായി. ആ തെങ്ങും തോപ്പിൽ കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കടലായി. ഇതാ കടൽ കണ്ടോ? കണ്ടാൽ എത്ര കണ്ടാലും മതി വരാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് ആന, മറ്റൊന്ന് കടൽ, അല്ലേ? എത്ര സമയം വേണം നമുക്ക് ഈ തിരമാല കളിക്കാൻ തോന്നുകയല്ലേ? അത് കുഞ്ഞാണെങ്കിലും ശരി വലിയവരാണെങ്കിലും ശരി ഏത് ഏജിലുള്ളവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു കളിക്കോപ്പാണ് ശരിക്കും കടലല്ലേ. ഞങ്ങളോടൊപ്പം കുറേ സമയം നിന്നു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ച് ചെന്നിട്ടില്ലെങ്കിൽ അവർ പോവും, അടുത്ത ബോട്ട് വരും. പക്ഷേ ഇത് ഞങ്ങൾക്ക് ലേറ്റ് ആയിരുന്നു. 6 മണി വരെ സംഭവം ഉള്ളൂ, ബോട്ട് സർവീസ് ഉള്ളൂ. പിന്നെ അതിലൂടെ കണ്ടോ ചുറ്റി വളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതോ പാലം കയറിയിട്ടൊക്കെ അപ്പുറം പയ്യന്നൂർ എത്താം. ഇത് പയ്യന്നൂരിൽ നിന്നാണ് തിരിഞ്ഞു പോകേണ്ടത് കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണ്, ഒരു ചേട്ടൻ വലയിട്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഇത് കണ്ടോ? അപ്പം അത് കാണാൻ ഭയങ്കര രസം തോന്നി, കൗതുകം തോന്നി. മീൻ പിടിക്കാണ്. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു നേരം പോക്കും ആവും കറിക്കുള്ളതും ആവുമെന്ന്. അപ്പോൾ മീനെ കിട്ടിയിട്ടുണ്ട്. വല ഇങ്ങനെ ഇട്ടിട്ട് വലിച്ച് നല്ല എന്താ പറയുക റിസ്ക് ആണ്. இந்த മീൻ കണ്ടോ? ചെറിയ ചെറിയ മീനുകൾ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടൻ്റെ ഒരു നേരം പോക്കുമായി, എന്നാൽ ഇന്നത്തെ കറിയായി. കണ്ടല്ലേ കൃത്രിമമില്ലാത്ത ആൾക്കാർ. ഈ കാറ്റാടി മരങ്ങൾ ആ കടൽ തീരത്തുള്ള ഇത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് എന്നാന്നറിയോ, ഏതോ പക്ഷികൾ കൂട് വെച്ചിരിക്കുകയാണെന്നുള്ളത്. അങ്ങനെ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ കട്ടകട്ടയായിട്ട് ഇല നിൽക്കുന്നുണ്ട്. സത്യമായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നല്ല കിണർ ചതുരത്തിലുള്ള, അത് ആ വീട്ടുകാർ വെള്ളം എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ സമയമായി. ഞങ്ങളുടെ ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറാം. ബായോ. ഈ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ യാത്ര തിരിച്ച് ആ സ്ഥലം ഉണ്ടല്ലോ കൗവായി, അങ്ങോട്ടേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടിറക്കും. അവിടുന്ന് വേണമെങ്കിൽ സ്പീഡ് ബോട്ടിൽ കയറി നമ്മൾക്ക് വേറൊരു മാന്ത്രിക ലോകം, ഒരു മാന്ത്രിക കാട്ടിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരെ വന്നത്. അപ്പോൾ പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? ഇത് കണ്ടോ, ഒരു വലിയ ട്രോഫിയും പിന്നെ ഒരു ക്യാഷ് പ്രൈസിൻ്റെ ഒരു മോഡലും കൂടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ടീം ഫുട്ബോൾ ടൂർണമെൻറ്റ് വിന്നേഴ്സ് ആയതിൻ്റെ ഒരു എന്താ പറയുക, അവർക്കൊരു അംഗീകാരം, അവർക്കൊരു ആശംസകൾ കിട്ടുന്നതിന് വേണ്ടി അവരവിടെ ഇങ്ങനെ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടൊരു ഫോട്ടോ എടുക്കുന്നത് അവരോടുള്ള ആശംസകൾ അറിയിക്കലും കൂടിയല്ലേ. അപ്പം അതും എടുത്തു. സൂര്യൻ അങ്ങ് അസ്തമിക്കാൻ പോകുന്നുണ്ട്. നമുക്കിനി സ്പീഡ് ബോട്ടിൽ കയറി കണ്ടൽത്തുരുത്തിലേക്കാണ് പോകേണ്ടത്. അത് യാത്രാ ബോട്ടാണ്. പിന്നെ ഇങ്ങനെ തുഴഞ്ഞും പോകുന്നുണ്ട് കേട്ടോ. 2 പേര് കയാക്കിങ് പോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെയും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പക്ഷെ ഞങ്ങൾ സ്പീഡ് ബോട്ടിലാണ് പോയത്. ഞങ്ങൾ 4 പേരാണ് പോയത്. 4 പേര് 6 പേര് അങ്ങനെയാണ് സ്പീഡ് ബോട്ടിൽ. നമ്മളുടെ ബോട്ട് വന്നു. ബോട്ടിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കുകയില്ല. നല്ല സ്പീഡിലാണ് പോകുന്നത്. ഫോണൊന്നും ഉയർത്തി പിടിക്കാൻ പോലും പറ്റുകയില്ല.
കണ്ടോ, സ്പീഡ് ബോട്ടിൽ പോയി ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമ്മൾ തുരുത്തിലെത്തുകയാണ്. ആ തുരുത്തിൽ നേരത്തെ വന്നവരാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇതാണ് കണ്ടൽക്കാട്. ഇത് നോക്ക്, അവിടെ ചെന്ന് നമ്മളെ ഇറക്കി വിടുന്നത് ഈ വെള്ളത്തിലേക്കാണ്. മുട്ടോളം വെള്ളമുണ്ട്, പക്ഷേ അവിടെ മുഴുവൻ നമ്മൾ ചവിട്ടി നിൽക്കുന്നത് മണൽത്തിട്ടയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാഴ്ച. അത് ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു കണ്ടൽ തുരുത്ത് കേട്ടോ. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഈ കണ്ണൂർ ജില്ലയിലോ എവിടെയാണെങ്കിലും ശരി, നിങ്ങൾ പോകുമ്പോൾ പയ്യന്നൂർ കൗവായി ബീച്ചിൽ പോകണം. ഈ കണ്ടൽ തുരുത്ത് നിർബന്ധമായിട്ടും കാണണം. നമ്മുടെ മക്കളെയും കൊണ്ട് കാണിച്ചു കൊടുക്കുക ഈ കണ്ടൽ തുരുത്ത്. ആ കണ്ടൽ തുരുത്ത് ആ നട്ടിരിക്കുന്നതിൻ്റെ അതിൻ്റെ അപ്പുറം അങ്ങോട്ട് പോകുമ്പോൾ കായലാണ്, അങ്ങോട്ട് ആഴമുണ്ട്. പക്ഷെ ഈ ഒരു ഏരിയ കുറേ സ്ഥലമുണ്ട്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം. ഇനി ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി പോയിരിക്കും. അത്രയും ഇഷ്ടമായിരുന്നു എനിക്ക് ആ സ്ഥലം. ഡ്രസ്സൊക്കെ നനയും, നമ്മളൊരു സ്പെയർ ഡ്രസ്സൊക്കെ കരുതിക്കോണം. പക്ഷെ എന്നാലും ആ കണ്ടലിൽ കൂടെ ഉള്ള നടപ്പും ഫോട്ടോ എടുപ്പും, എത്ര വീഡിയോ എടുത്തിട്ടും എത്ര ഫോട്ടോ എടുത്തിട്ടും മതിയാവുന്നില്ല ആർക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കായലിന്റെ നടുവിൽ ഇങ്ങനെ ഒരു കാട്, ഒരു തുരുത്ത്. നമുക്ക് അതുവഴി ഇങ്ങനെ നടക്കാം, ഓടാം, കളിക്കാം. കുട്ടികൾക്കെല്ലാം ഭയങ്കര രസമല്ലേ? നമ്മൾക്ക് ചിന്തിക്കുന്നതിനും നമ്മൾ സ്വപ്നം കാണുന്നതിനും അപ്പുറമല്ലേ ഈ കണ്ടൽക്കാടുകൾ. ഇത് നട്ടു വളർത്തി ഈ ഒരു രീതിയിലാക്കിയവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൂപ്പ് കൈ, അല്ല ഒരു ബിഗ് സല്യൂട്ട്. ഇങ്ങനെ ഒരു തുരുത്തായി, ഇങ്ങനെ ഒരു ഐലൻഡായിട്ട് മാറ്റിയതിനുള്ള അവരുടെ പങ്കിനെ നമ്മളല്ലേ ഒരിക്കലും വിസ്മരിക്കരുത്. ഈ കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, വെള്ളമൊഴുക്കിനെയും ഈ സുനാമിയെ വരെ പ്രതിരോധിക്കാൻ കഴിവുള്ള ചെടിയാണ് കണ്ടൽക്കാട്. കണ്ടോ, ആബാലവൃദ്ധ ജനങ്ങളും വന്നിട്ട് ഈ കണ്ടൽ തുരുത്ത് എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, അത് രസം, റീൽസ് എടുക്കുന്നു, സ്റ്റോറി ഇടാൻ പോകുന്നു. ഭയങ്കര ആഘോഷിക്കുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഒരു അവസരം കിട്ടിയ ആരും ഇത് മിസ് ചെയ്യരുത്. നിങ്ങൾ വേറെ എവിടെയും പോയി കാണുന്നതിലും അപ്പുറത്ത് ഒരു കാഴ്ച. ഒരു സമയം എൻ്റെ വ്യൂ പോയിന്റിൽ നോക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതല്ല, ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം. ഇങ്ങനെ നമുക്ക് കുട്ടികളുണ്ടോ കളിക്കുന്നുണ്ടോ, കുട്ടികൾക്ക് അർമാദിക്കാം. കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് ഇറക്കി വിടുക. പഞ്ചാര മണലാണ് അടിയിൽ മുഴുവൻ, മുട്ടോളെ വെള്ളമുള്ളൂ. എന്നാലും നമുക്ക് കുട്ടികൾക്ക് നടക്കാൻ പറ്റും. നടക്കാനും കളിക്കാനും അവർ ശരിക്കും എൻജോയ് ചെയ്യും. ഇത് കയാക്കിംഗ് ടീമാണ്. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫോട്ടോ എടുത്തു തരുമോ, ഫോട്ടോ എടുത്തു തരുമോ. എനിക്ക് ഈ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും കുറച്ച് പേടിയുണ്ടായിരുന്നു. നമ്മളിത് ആസ്വദിച്ച് നടക്കുമ്പോൾ ഫോണെങ്ങാനും വെള്ളത്തിൽ വീണ് പോയ പണിയെ പാളുകയല്ലേ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും എല്ലാവരും റീൽസും സ്റ്റോറിയും വീഡിയോയും ഫോട്ടോയും എല്ലാം എടുത്തു പോവും ഈ പ്രകൃതിയുടെ മാജിക്കിന്റെ മുമ്പിൽ. ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ടോ, അതേപോലെ കുട്ടികളെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇറക്കി വിടണമെന്നേ. അവരതിലൂടെ ഓടി കളിക്കുകയോ കൈകൊട്ടിക്കളിയോ തിരുവാതിരയോ ഒപ്പനയോ എല്ലാം കളിക്കുന്നുണ്ട്. കണ്ടലിന്റെ കായ് കണ്ടോ, ഇത് കൊണ്ടുപോയിട്ട് പാകി കിളിർപ്പിച്ചിട്ടാണ് കണ്ടൽ തൈകൾ ഉണ്ടാക്കുന്നതും നടുന്നതും. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ സമയമായി, 6 മണിയായി. 6 മണി വരെ മാത്രമേ ഇവിടെ ആൾക്കാരെ പ്രവേശനമുള്ളൂ. രാവിലെ വന്നു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേണമെങ്കിലും ഈ കണ്ടൽ തുരുത്തി നമുക്ക് ചെലവഴിക്കാം. ഈ വരുന്ന സ്പീഡ് ബോട്ടിൽ തന്നെ തിരിച്ചു പോകണമെന്നില്ല. അവരുടെ കമ്പനിയുടെ ഏത് ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് തിരിച്ചു പോകാം. ബോട്ടിൽ ഇരുന്ന് ഒരിക്കൽ കൂടി ആ കണ്ടൽക്കാടിന്റെ സൗന്ദര്യം നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. നമുക്ക് തിരിച്ചു പോകാം. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് സ്പീഡ് ബോട്ടിൽ പോകുന്നതും വരുന്നതും. വെള്ളത്തിൽ കൂടെ നടക്കുമ്പോഴുള്ള ആ ശബ്ദം കൂടെ നിങ്ങളെ കേൾപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ ദ്വീപ് നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കാണാതെ പോകരുത്.